quite the drama you crave. It's a skit by Austin Dreams. What? What is that about? Well, it's called Occupy Kerala Streets. If you follow the news from India, you're more likely to hear about corruption, stories about politicians getting sentenced to prison, but lawmakers tweaking the rules to free them before term, politicians question the judiciary getting sidelined with political parties occupying public property and streets for protests and strikes. And of all the things, the degradation of quality in our film industry, and the list is just endless. This is a skit. This skit is a satire looking at the recent events in Kerala. അഭിനേതാക്കൾ P.G. രാമചന്ദ്രൻ, മനോജ് നായർ, പ്രിയ മനോജ്, ഷാരി സഞ്ജീവ് മടത്തിൽ, പരമേശ്വരൻ നമ്പൂതിരി ആൻഡ് ബാബു ചന്ദ്രശേഖർ. തിരക്കഥ ആൻഡ് സംവിധാനം ചെയ്യുന്നത് ബാബു ചന്ദ്രശേഖർ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. നിർഭാഗ്യവശാൽ 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല. വിവേകാനന്ദനും നാരായണ ഗുരുവും അന്ന് പൊരുതിയത് ജാതി കോമനങ്ങൾക്കെതിരെയാണെങ്കിൽ ഇന്ന് നമുക്ക് പൊരുതേണ്ടി വരുന്നത് രാഷ്ട്രീയ ആഭാസങ്ങൾക്കും കെട്ടഴിഞ്ഞ നീതിന്യായ വ്യവസ്ഥയ്ക്കും എതിരെയാണ്. ഓഗസ്റ്റ് 15 കേരള പിറവിയും ഇന്ന് മലയാളിക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമല്ല, മറിച്ച് പാർട്ടി കുറ്റവാളികളെ ജയിൽമുക്തരാക്കാനുള്ള വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇതാ ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം ഓസ്റ്റിൻ ഡ്രീംസ് പ്രൗഡ്ലി പ്രസൻറ്റ്സ് Occupy Kerala Streets. Your Honor, CMP 37/88-ൽ അന്യായക്കാരനായ മിസ്റ്റർ കുഞ്ഞുമോൻ പുത്തൻപുരക്കൽ നൽകിയ കേസിലെ പ്രതിയായ മിസ്റ്റർ ഗജരാജൻ MLA വിസ്തരിക്കാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. Public Prosecutor, you may proceed. മേലെ പറമ്പിൽ പെൺവീട്ടിൽ ജഗരാജൻ മകൻ ഗജരാജൻ ഹാജരുണ്ടോ? ലാൽ സലാം സഖാക്കളെ, അച്ചുവേട്ടൻ കി ജയ്. ഓർഡർ. ഇത് കോടതിയാണ്, പാർട്ടി ഓഫീസ് അല്ല. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. Public Prosecutor, you may proceed with cross-examination. Thank you, Your Honor. Mr. ഗജരാജൻ, നിങ്ങളാണ് പട്ടിക്കാട് നിയോജക മണ്ഡലം MLA അല്ലേ? അതെ. നിങ്ങളാണോ Occupy Kerala Streets എന്ന പേരിൽ നടുറോഡിൽ സമരം നടത്തിയത്? അതെ. പാതയോരത്തെ പൊതുയോഗം കോടതി നിരോധിച്ച കാര്യം നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? ഞാൻ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ, വായന വശമില്ല. ഒരു MLA ആയ നിങ്ങൾക്ക് സമരമധ്യേ കോടതിയെ ശുംഭൻ എന്ന് വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? Objection, Your Honor. Yes, you may proceed. Your Honor, തികച്ചും നിരപരാധിയായ എന്റെ കക്ഷി സമാധാനപരമായി Occupy Kerala Streets എന്ന അരമണിക്കൂർ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കെ എതിർ കക്ഷി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിത്. Your Honor, with your kind permission, we would like to present you the news clippings of Mr. Gajarajan's controversial speech. You may proceed. Your Honor, from this news clipping, it is evident that Mr. Gajarajan was purposefully making denigrating statements in the public against the judiciary. Your Honor, എന്റെ കക്ഷിയുടെ മേപ്പടി പ്രസംഗം കോടതിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. ഇത് പ്രൂഫ് ചെയ്യുവാനായി കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രശസ്ത പണ്ഡിതൻ സഖാവ് ഡോക്ടർ വരാഹമിഹിരനെ വിസ്തരിക്കാൻ അപേക്ഷിക്കുന്നു. Request granted.
പിണറായി താലൂക്കിൽ ദേശാഭിമാനി ഇല്ലത്ത് വരരുചി മഹൻ വരാഹ മിഹിരൻ ഹാജരുണ്ടോ? 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 ദൈവം സാക്ഷിയായി. ദൈവം സാക്ഷിയായി. കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. പ്രൊഫസർ വരാഹ മിഹിരൻ അല്ലേ? അതെ, അഹം വരാഹ മിഹിരസ്യ. എത്ര നാളായി സംസ്കൃതം പഠിപ്പിക്കുന്നു? ത്രിമസ്തികാലേ ഗച്ഛതി. About 80 years I'm going. എന്താണ് ശുംഭൻ എന്ന വാക്കിന്റെ അർത്ഥം? കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ അതോ ശുനകനോ എന്ന് മഹാകവി കാളിദാസൻ മേഘ സന്ദേശത്തിൽ ഏകാദശ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നളചരിതത്തിൽ ഹംസ നളമഹാരാജാവിനോട് ബഹുമാനപൂർവം ഇപ്രകാരം ഉവാച: ശുംഭരാജ മഹാരാജ ജ്യോതിർമയ ഭാരത. ശുംഭൻ എന്നാൽ പ്രകാശിക്കുന്നവൻ, തിളങ്ങുന്നവൻ, മഹാരാജാവ് എന്നൊക്കെയാണ് അർത്ഥം. അതെയോ? എന്നാൽ മഹാനായ പ്രൊഫസറെ ഞാൻ ശുംഭൻ എന്ന് അഭിസംബോധന ചെയ്യട്ടെ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ. Objection, Your Honor. Your Honor, the public prosecutor is intimidating the witness. Order, order. Objection overruled. Anything else, public prosecutor? Thank you, Your Honor. പ്രൊഫസർ വരാഹ മിഹിരൻ സംസ്കൃതം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിലും സംസ്കൃതത്തെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പ്രതി ഗജരാജൻ MLA നീതിന്യായ വ്യവസ്ഥയെ മാത്രമല്ല ഗവൺമെന്റിനെയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ അവഹേളിച്ചു. ശുംഭൻ എന്നത് മഹത്തായ വാക്കാണെന്ന പ്രതിഭാഗം വക്കീലിന്റെ വാദം നിലനിൽക്കുന്നതല്ല. മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസിൽ MLA ഗജരാജന് നിയമം അനുവദിക്കുന്ന പരമാവധി ശിക്ഷ വിധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. Have you anything to say, Defense Counsel? Thank you, Your Honor. സമൂഹത്തിൽ മാന്യനായ എന്റെ കക്ഷിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുവാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ്. മാത്രമല്ല എന്റെ കക്ഷിക്ക് ജഡ്ജിമാരോടൊക്കെ വലിയ മതിപ്പാണ്. ഇന്നലെ MLA എന്നോട് പറയുകയാണ് നമ്മുടെ ജഡ്ജിയെ കണ്ടാൽ മോഹൻലാലിന് നല്ല കട്ടുണ്ടെന്ന്. ആയതിനാൽ അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് എന്റെ കക്ഷിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, പ്രഷർ, തളർവാദം, സന്ധിവാദം, കഷണ്ടി, അസൂയ കൂടാതെ 62 അജ്ഞാത രോഗങ്ങളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അഥവാ ശിക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ശിക്ഷിക്കണം എന്ന് അപേക്ഷിക്കുന്നു. That's all, Your Honor. അവസാനമായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കോടതിയേക്കാൾ വലുത് ലോക്കൽ കമ്മിറ്റിയാണ്. കൂടിപ്പോയാൽ നിങ്ങൾ എനിക്ക് ജീവപര്യന്തം വിധിക്കുമായിരിക്കും. ഐ ഡോണ്ട് കെയർ. പോളിംഗ് ബ്യൂറോ വിജയിക്കട്ടെ. ഓർഡർ, ഓർഡർ. പ്രതി ഗജരാജൻ കോടതിയുടെ അധികാരത്തെ അപകീർത്തിപ്പെടുത്തുകയും കരിവാരിത്തേക്കുകയും ചെയ്ത പ്രസ്താവനകളിലൂടെ കോടതിയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തി. ഗജരാജന്റെ പ്രസ്താവന നീതിന്യായ നിർവഹണത്തിലുള്ള ഇടപെടലാണ്. ആയതിനാൽ പ്രതി ഗജരാജന് ജീവപര്യന്തേക്കാളും ഭീകരമായ ശിക്ഷ ഈ കോടതി വിധിക്കുന്നു. പ്രതി ബോധം കെടുന്നതുവരെ സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന സിനിമ കാണിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. അയ്യോ, ഇതിലും ഭേദം എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതാണ്. ഇനിമേല ഞാൻ കോടതിക്കെതിരെ ഒന്നും പറയില്ല. സോണിയ മാഡമാണ് സത്യം. ഓർഡർ, ഓർഡർ. പ്രതി വീണ്ടും തെറ്റ് ആവർത്തിച്ചാൽ മേപ്പടിയാനെ സന്തോഷ് പണ്ഡിറ്റിന്റെ അടുത്ത സിനിമയും കാണിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. Jumbo.